അങ്ങനെ ഞങ്ങൾ ഇന്ന്, അതായത് ഏപ്രിൽ മാസം 12-ാം തീയതി ഞങ്ങൾ ഡാളസിലേക്ക് പോകാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതിനുവേണ്ടിയുള്ള ഒരുക്കമൊക്കെ ആയി, പെട്ടിയെല്ലാം എടുത്തു വെച്ചു. ഞങ്ങൾ ഇവിടെ നിന്ന് 5 മണി 5:30 എത്രയായപ്പോൾ ടൈം 5:35 ആയപ്പം ഞങ്ങളിവിടെ നിന്ന് പുറപ്പെടുകയാണ്. ഓക്കെ, ബാക്കി വഴിയിലെ കാര്യങ്ങളൊക്കെ. ടെക്സാസിലെ 5 മെയിൻ സിറ്റീസാണുള്ളത്. ഒന്ന് ഹൂസ്റ്റൺ, ഡാളസ്, ഓസ്റ്റിൻ, സാൻ ആൻ്റോണിയോ, ഫോർട്ട് വർത്ത്. ഈ 5 പ്രധാന സിറ്റികളാണുള്ളത്. അതിൽ ടെക്സസിൻ്റെ ക്യാപിറ്റലാണ് ഓസ്റ്റിൻ. ഓസ്റ്റിനിൽ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂറാണ് ഹൂസ്റ്റണിലോട്ടും അതുപോലെ തന്നെ ഡാളസിലോട്ടും. ഏതാണ്ട് ഇതിൻ്റെ നടുക്കായിട്ട് കിടക്കും ഓസ്റ്റിൻ. 4 സ്ഥലങ്ങളിൽ ഞങ്ങൾ യാത്ര ചെയ്തു. ഫോർട്ട് വർത്തിലോട്ട് പോയിട്ടില്ല. നമ്മൾ പോകുന്ന സ്ഥലം ജോർജ് ടൗൺ അല്ലേ? നമ്മൾ ജോർജ് ടൗണിൽ നിന്ന് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്ന റോഡിൻ്റെ പേരിന്, ഈ റോഡിൻ്റെ പേരിന് ഹൈവേ 29. ഞങ്ങൾ ജോർജ് ടൗണിൽ നിന്ന് ഹൈവേ 29 വഴിയാണ് വരുന്നത്. സാധാരണ ഇവിടെ ഞങ്ങൾ ചർച്ചിലേക്കും അതേപോലെ ഐക്യയിലേക്കൊക്കെ പോകുന്ന റോഡാണിത്. ഈ റോഡിൽ ചെന്നിട്ട് I-35 കയറേണ്ടത്. I-35 കയറാൻ വേണ്ടിയുള്ള റോഡാണിത്. അവിടെ ചെന്ന് I-35 കയറുമ്പോഴാണ് ഡാളസ് ഹൂസ്റ്റൺ റോഡാണത്. അല്ലേ, ഡാളസ് ഹൂസ്റ്റണിലേക്കും പോകുന്ന റോഡല്ലേ അത്? ഡാളസിലേക്കുള്ള റോഡാണ്. സാന്റോണിയ അല്ലേ? സാൻ ആൻ്റോണിയ ടു ഡാളസ് റോഡാണത്. ആ റോഡിലേക്കാണ് നമ്മൾ ചെന്ന് കയറാൻ പോകുന്നത്. നമ്മൾ കോസ്റ്റ്കോ ഹോൾസെയിൽ ഷോപ്പിൻ്റെ, ഇവർക്ക് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ഇവർക്ക് തന്നെ ഗ്യാസ് സ്റ്റേഷനുണ്ട്. ഇവിടെ നിന്നാണ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് പെട്രോൾ. ഇവിടുത്തെ നമ്മൾ ഫില്ല് ചെയ്യുന്ന ഗ്യാസിന് കമ്പാരിറ്റീവ്ലി മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് റേറ്റ് കുറവാണ് ഇവിടെ കിട്ടുന്നത്. മറ്റുള്ളിടത്ത് ഇവിടെ എത്രയാണ് വരുന്നത് റേറ്റ്? അല്ല, അറിയില്ല, നോക്കണം. കുറവാണ്. ആ കാണുന്നതാണ് ഇവരുടെ സൂപ്പർ മാർക്കറ്റ്. സൂപ്പർ അല്ല, ഹൈപ്പർ മാർക്കറ്റ്. ഹോൾസെയിലാണ് കോസ്കോ. അതെ, ഹോൾസെയിൽ മാർക്കറ്റ്. എത്ര അടിക്കുന്നത്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഡയമണ്ട് നെക്ലേസ് എന്നുള്ള സിനിമയിലെ ഫഹദ് ഫാസിൽ ഇങ്ങനെ പല കാർഡുകളിട്ട് ചെക്ക് ചെയ്യുന്ന പോലെ അലൻ ഇങ്ങനെ പല പല കാർഡുകളിട്ട് ഗ്യാസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. എത്രയാണ് നമുക്കിവിടെ ഗ്യാസിന് റേറ്റ് വരുന്നത്? എത്ര റേറ്റ് വരുന്നത് ഗ്യാസിന്? ഓ, ഇതാണ് ഇവിടെ 3.5 ആണ് വരുന്നത്. 3.529. നടന്നില്ലല്ലോ. ആ, കോസ്കോയുടെ മെമ്പർഷിപ്പ് കാർഡ് ഇടണം ആദ്യം. റിമൂവ് ചെയ്യുക. വൺ മോമെന്റ് പ്ലീസ് ടാപ്പ് ഇൻസേർട്ട് യുവർ പേയ്മെന്റ് കാർഡ്. ഞാനിപ്പം ഷോപ്പ് കാർഡ് യൂസ് ചെയ്യുന്നത്. ഷോപ്പ് കാർഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ഷോപ്പ് കാർഡ് എന്ന് പറയുന്നത് ഇവിടെ നിന്നുള്ള ഡിസ്കൗണ്ട് ഉണ്ടോ? അതിനകത്ത് ഓഫറുകളുണ്ടോ? $5. എത്ര? $5. $5. ആ, അത്
$5 ഇപ്പോൾ ഉണ്ട്. വീണ്ടും അടിക്കുകയാണ്. പ്രീമിയം ഗ്യാസോലിനാണ് അടിക്കുന്നത്. റെഗുലർ ഉണ്ട്, പ്രീമിയം ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് $3.52 $3.52 $5.29 $5.3 വരും. ഓക്കെ, ഇതിന് 1.41 ഗാലനാണ് ഇപ്പം കയറിയിരിക്കുന്നത്. എടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം വീണ്ടും കോസ്റ്റ്കോയുടെ കാർഡ് ഇടുന്നു. കോസ്റ്റ്കോ കോസ്റ്റ്കോയുടെ കാർഡും മെമ്പർഷിപ്പ് അതിനകത്ത് ഇതിന് ശേഷം വീണ്ടും അടുത്ത ഓഫർ കാർഡ് ഇടും. അടുത്ത ഓഫർ കാർഡ് ഇടുമ്പോൾ അതിൽ നിന്ന് എത്ര ഉണ്ടെന്ന് നോക്കണം. അതനുസരിച്ചായിരിക്കും അടുത്തത് ഫില്ല് ചെയ്യുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ഡയമണ്ട് നെക്ലേസിൽ ഫഹദ് ഫാസിൽ ഒരു ATM കാർഡ് കൊണ്ട് ഇടുന്ന പോലെയാണ്. കാര്യം പലതും മാറി ഇട്ടുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് ഓരോന്നും ഒരു ഓഫർ കാർഡ്സാണ്. സെറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്പം നമ്മളൊക്കെ ആണെങ്കിൽ ഗ്യാസ് സ്റ്റേഷനിൽ ചെന്ന് 1 2 3 അടിച്ച് അങ്ങ് പോരും. ഇത് ഇനിയിപ്പം ഫില്ലാകുന്നിടം വരെയല്ലേ? ഓട്ടോമാറ്റിക്കായിട്ട് ഇതാകുകയല്ലേ, നിന്നോളുകയല്ലേ? ഇപ്പം നമ്മൾ ടോട്ടലി ഫുൾ ലോഡാക്കിയിരിക്കുകയാണ് കാറിൻ്റെ. 4.6 ഗാലൻ $16.24. ഓക്കെ, റെസിപ്റ്റ്. ഞങ്ങൾ ഗ്യാസൊക്കെ ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് ഡാളസ് റൂട്ടിലേക്ക് പോവാണ്. I-35 എന്നുള്ള ഹൈവേയിലേക്കാണ് കയറാൻ വേണ്ടി പോകുന്നത്. ഈ ഫ്ലൈ ഓവേഴ്സ് വരുന്നത് ഓരോ ഹൈവേയിലേക്ക് കയറാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ലൈനാണ്. വളരെ സൂക്ഷിച്ച് എടുത്തില്ലെങ്കിൽ നമുക്ക് ഇത് തെറ്റിപ്പോവും. അതുപോലെ തന്നെ സ്റ്റോപ്പ് എന്നുള്ള സൈൻ വരുന്നിടത്ത് ചവിട്ടി നിർത്തണം, സ്റ്റോപ്പ് ചെയ്യണം. എനിക്ക് പ്രശ്നമൊന്നുമില്ല. കണ്ടിന്യൂസ്ലി ഗോ പോവാണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല. അതെ മോനെ, അതാ എടുത്തിട്ടേ പിന്നെ ഇങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ വരും. അതുകൊണ്ടാ പാച്ചി പറഞ്ഞ അപ്പയുടെ പയ്യെ എടുക്കാൻ പറഞ്ഞു. ബെറി ക്രീക്ക് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ബിസിനസ് കോംപ്ലക്സിൻ്റെ പണി നടക്കുന്ന സൈറ്റാണിത്. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. സൈഡിലോട്ട് നോക്കിക്കാൻ എന്ത് രസമാണ് കാണാൻ. കണ്ടോ, ഇവിടെ ഈ പോകുന്ന വഴിയെല്ലാം പൂക്കളാണ്. ഈ സ്പ്രിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ഈ പൂക്കളൊന്നും കാണത്തില്ലല്ലേ. പക്ഷെ ഈ സമയമാണ് നല്ല ഭംഗിയാണ് കാണാൻ. ഇപ്പോൾ നമ്മൾ I-35യുടെ ആ ഹൈവേ ലൈനിലേക്ക് കയറുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കൂടെ പോകുന്ന ലൈനാണ് ഹൈവേ. അതിലേക്ക് ഇവിടുന്ന് വന്ന് കയറി. ഗ്രൗണ്ട് കിടക്കുന്നുണ്ടോ? ഫുട്ബോൾ കളിക്കാൻ നല്ലതായിരുന്നു. അജു ഒക്കെ കണ്ടിരുന്ന പറയുന്ന ഇവിടെ വണ്ടി നടത്താൻ ഒരു ഗോളുമായിട്ട് ഇറങ്ങാം.
റെസ്റ്റ് ഏറിയയിലേക്ക് കയറുകയാണ്. ഹൈവേയിൽ നിന്ന് റെസ്റ്റ് ഏറിയ. വീഡിയോ മോണിറ്ററിംഗ് ഉണ്ടല്ലോ. നമ്മളെ നോക്കുന്നതായിരിക്കും. ഇത് ഗവൺമെന്റിന്റെ ആണോ? ഇത് ഇവിടുത്തെ ഗവൺമെന്റ് കീപ്പ് ചെയ്യുന്ന റെസ്റ്റ് ഏറിയ ആണ്. സേഫ്റ്റി റെസ്റ്റ് ഏറിയ. Why are we going here? Oh, you don't want to. ഈ സൈഡിലെ കാറുകൾ ഫാമിലി എന്നുള്ള നിലയിലാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ബാക്കിലായിട്ട് ലോറി ട്രക്കുകൾക്കൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സ്പേസാണ്. നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന സൈഡിലൊക്കെ മിക്കവാറും എല്ലായിടത്തും തന്നെ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് ഏരിയ ഉണ്ട്. അത് നല്ലതാണ്, നല്ലൊരു സൗകര്യമാണ്. സ്റ്റോം വരുമ്പം ഷെൽട്ടറായിട്ടിരിക്കാനല്ലേ? ടൊർണാഡോ വരുമ്പം ലൈറ്റ്നിങ് ആൻഡ് ടൊർണാഡോ. അതിനകത്ത് തന്നെ ഇവിടെ ഇപ്പം കാണിച്ച ഒരു റൂമെന്ന് പറയുന്നത് ടൊർണാഡോ ലൈറ്റ്നിങ് ഒക്കെ വല്ലാതെ വരുമ്പം അതിനകത്ത് സേഫായിട്ട് ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. പിന്നെ അതിൻ്റെ പുറകുവശത്തായിട്ടാണ് ഇവിടെ ലോറികളും വലിയ ട്രക്കുകളൊക്കെ പാർക്ക് ചെയ്യുന്നത്. അവിടെയൊക്കെ നല്ല ഭംഗിയായിട്ട് അവരിട്ടിരിക്കുന്നത്. ഓസ്റ്റിൻ്റെ ഭൂപ്രകൃതിയും നമ്മളിപ്പോൾ ഡാളസിലോട്ട് പോകുന്ന വഴിയും വ്യത്യാസമുണ്ട്. ഓസ്റ്റിനിൽ മുഴുവൻ ഇങ്ങനെ കൊച്ചു കൊച്ചു കുന്നും താഴ്വരകളൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കുന്നു ഇങ്ങനെ. പക്ഷേ ഇവിടെ ഒക്കെ കുറച്ച് നിരന്ന ഒരുവിധം പ്ലെയിൻ ലാൻഡാണ് പോകുന്ന വഴിക്കൊക്കെ. ചില ഭാഗത്തൊക്കെ ഉണ്ട് എങ്കിലും കുന്നുകൾ പോലെയൊക്കെ ഉണ്ടെങ്കിലും കൂടുതലും പ്ലെയിൻ ലാൻഡ്സാണ്. നമ്മള് ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലം കഴിഞ്ഞു. നമ്മൾ ഡാളസിലേക്ക് പോകുന്ന വഴിക്ക്, ഓസ്റ്റിനിൽ നിന്ന് ഡാളസിലേക്ക് പോണ വഴിക്ക് വേക്കോ എന്നും പറഞ്ഞൊരു സ്ഥലം, ഒരു ടൗണിന്റെ അടുക്കൂടിയാണ് നമ്മളിപ്പോൾ പാസ് ചെയ്യുന്നത്. രണ്ട് സൈഡിലും ബിൽഡിങ്സ് ഒക്കെ കാണാം. അമേരിക്കയിൽ കാണുന്ന പോലത്തെ നോർമൽ ബിൽഡിങ്സ്, ഡൗൺ ടൗൺ അല്ല, സിംഗിൾ സ്റ്റോറീഡ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ഷോപ്സും എല്ലാം കാണാം. ഒരു ടൗണിൽ കൂടിയാണ് ഇപ്പോൾ നമ്മൾ പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചെല്ലാൻ പോകുന്ന സ്ഥലത്തേക്ക് ഉദ്ദേശം 1 മണിക്കൂർ 21 മിനിറ്റോളമുണ്ട് ഇവിടുന്ന്. ഇതിനിടയിൽ നമ്മളെവിടെയാ ഇപ്പം കഴിക്കാൻ നിർത്താൻ പോണത്? അയ്യോ, ക്രോസ് ചെയ്തോണ്ടോ? അത് മതിയല്ലേ ആക്സിഡന്റ് ഉണ്ടാകാൻ. ആരെങ്കിലും ഒരാൾ ചവിട്ടും, അടുത്തയാൾ ചവിട്ടും. ഇതിനിടയിൽ ഇപ്പോൾ ഒരാൾ റോഡ് ഓടി ക്രോസ് ചെയ്തു. സാധാരണഗതിയിൽ ഇവിടെ എങ്ങനെയൊന്നും സംഭവിക്കാത്തതാണ്. ഏതായാലും കൃപയാൽ അപകടം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. കോൾച്ചി കഴിക്കാൻ വേണ്ടിയാണ് അടുത്ത് ഞങ്ങൾ. ഞങ്ങൾ ചെന്ന സമയത്ത് സന്ധ്യ ആവുന്നത് കുറേ ലേറ്റായിട്ടായിരുന്നു. അപ്പം ഞങ്ങളിവിടെ നിന്ന് ഒരു 5:30 കഴിഞ്ഞപ്പോഴാണ് പുറപ്പെട്ടതെങ്കിലും ഇരുട്ടിയൊന്നുമില്ല, നല്ല വെളിച്ചം ഉണ്ടായിരുന്നു. ഒരു 8 മണിയെല്ലാം കഴിഞ്ഞിട്ടാണ് 8:30 9 അടുത്താണ് ഇരുട്ടിയത്. എക്സിറ്റ്.
കൊളാച്ച് കഴിക്കാൻ പോവാണ്. എന്താണെന്ന് അവിടെ ചെന്ന് കഴിഞ്ഞ് കാണാനിരിക്കുന്ന പൂരം പറഞ്ഞറിയിക്കുന്നില്ല. ഓക്കെ, ഞങ്ങൾ ഡാലസിലോട്ട് പോകുന്ന വഴിക്ക് ഇടയ്ക്കൊന്ന് കഴിക്കാൻ കയറി. കൊളാച്ച് എന്ന് പറയുന്നൊരു സംഭവം കഴിക്കാൻ വേണ്ടി കയറി. ഞങ്ങൾ ആദ്യം കേൾക്കുന്നുണ്ടോ ആ പേര്. കുഴപ്പമില്ലായിരുന്നു. പിന്നെ അതൊക്കെ കഴിക്കുമ്പം നമ്മുടെ നാടിൻ്റെ കാര്യം ഓർത്തു പോകും കേട്ടോ. ഇവിടെ നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ എന്തുമാത്രം ഹോട്ടൽസ്, എന്തുമാത്രം വെറൈറ്റി ഫുഡുമാണ് നമ്മുടെ ഇവിടെ കിട്ടുന്നത്. കേരളത്തിലും ഇന്ത്യക്കകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഒത്തിരി വെറൈറ്റി ഫുഡ് കിട്ടും. കേരളത്തിൽ പ്രത്യേകിച്ച് തെക്കോട്ട് വടക്ക് വരെയും വിവിധ ഐറ്റംസാണ്. ഓരോ നാട്ടിലും അതിൻ്റേതായ പ്രത്യേകതയുള്ള ഐറ്റംസ് എല്ലാം നമുക്ക് ലഭിക്കും. അപ്പോൾ വെറൈറ്റി ഫുഡ് നമുക്ക് മടുക്കത്തില്ലല്ലോ. അവിടെ ഏതാണ്ട് എല്ലാം ഈ ബർഗറിനെ ബേസ് ചെയ്ത് സാൻഡ്വിച്ച്, ബർഗർ, പാസ്ത, ഇങ്ങനെയുള്ള ഐറ്റംസാണ് അവിടെ കൂടുതലും നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ലഭിക്കുന്നത്. പിടിയില്ല. കൊളാച്ച് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇവിടെ നല്ല അത്യാവശ്യം നല്ല ആളാണ്. വെളിയിലൊന്നും ആളില്ലെങ്കിലും ഇങ്ങനെയുള്ള ഫുഡ് കൗണ്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ അതുപോലെയുള്ള തിരക്കാണ്. ആൾക്കാർ നല്ല തിരക്കാണ്. പോർക്ക്, പെപ്പർ ബീഫ്, സ്മോക്ഡ് പെപ്പേർഡ് ബീഫ് ജർക്കി, ബീഫ് ജർക്കി, ടെരിയാക്കി ബീഫ് ജർക്കി സ്ട്രിപ്സ്, ടെരിയാക്കി. അതൊക്കെ എങ്ങനെയാണ് ടേസ്റ്റ് എന്നൊന്നും അറിയില്ല. കൊളാച്ചിയുടെ ഫില്ലിംഗ് എന്താ ചെയ്ത? ആലപ്പിനോസ് ഉണ്ട്. എന്താ മീറ്റ് ചെയ്ത്? നല്ല ഹെവിയാണ്. പോർക്കുണ്ടോ? പോർക്കുണ്ടെന്ന് തോന്നുന്നു. പോർക്ക്, ചിക്കൻ ഏതാണ്ടെല്ലാം കൂടെ ഉള്ള ഇതാണ്. കുഴപ്പമില്ല, ടേസ്റ്റ് കുഴപ്പമില്ല. ഇതിനെ കുറിച്ച് പറ. അവിടെ പിടിച്ചോണ്ട് തന്നെ പറഞ്ഞാൽ മതി. ഇതാ എന്തോ സോസേജ് പോലെ തിരിക്കുന്നത്, പക്ഷെ ഭയങ്കര ഉപ്പാ. എല്ലാത്തിനും ഉപ്പാ. ഉപ്പ് മുമ്പോട്ടാ. Dallas downtown. Okay. Dallas downtown. അത് ആ പാലം കണ്ട 2 പാലമുണ്ട്. പണ്ട് നമ്മളെ ശാന്തി ചേച്ചിയുടെ മോനിച്ചാനെ ഇതിലോട്ട് നമ്മളെ ഷിപ്പൊന്നും കണ്ടായിട്ട് ഞാൻ ഓർക്കുന്നില്ല അല്ലേ, നമ്മളെ കൊണ്ടൊന്ന് കറക്കിയില്ലേ? ഒരെണ്ണം കൊണ്ടുപോയി ആ വയറ്റിലെ വെച്ചിരുന്നെങ്കിൽ ഒരു 2 കഷ്ണം തരാവോ നമ്മുടെ ട്രംപ് വരുമ്പോൾ ചോദിക്കാൻ. നമുക്ക് ട്രംപ് അമേരിക്കത്തേക്ക് നമുക്ക് ചോദിച്ചിട്ട് 2 കഷ്ണം. ഡാലസ് ഡൗൺടൗണിന്റെ ദൃശ്യങ്ങൾ, രാത്രി ദൃശ്യങ്ങൾ. അത് ഡിസ്പ്ലേ പോയാൽ കുഴപ്പമില്ല അമ്മ. ഡിസ്പ്ലേയിൽ ടാപ്പ് ചെയ്താൽ റെക്കോർഡ് ഓഫ് ചെയ്യണ്ട. ആ യു സിറ്റി ആണ്. യെസ് യെസ്. ഇതെന്നാ ബിൽഡിംഗ്? ഞങ്ങൾ ഗൂഗിൾ മാപ്പിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്, ഡാളസിലുള്ള കസിൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. എന്നാലും പക്ഷേ ഇവിടെ ഈ ഫ്ലൈ ഓവറും ഇതെല്ലാം കൂടെ വന്നു കഴിഞ്ഞപ്പം ആകെപ്പാടെ കൺഫ്യൂഷനായി. അവസാനം ഒരു ബ്രിഡ്ജിലോട്ട് ഫ്ലൈ ഓവറിലേക്ക് കയറുന്ന സ്ഥലം വന്നപ്പം ശരിക്കും ഒന്ന് തെറ്റിപ്പോയി. എത്ര ദൂരം അത് ഡ്രൈവ് ചെയ്യേണ്ടി വേണമെന്നറിയാമോ? ഒത്തിരി കറങ്ങിയാണ് ഇപ്പം ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ എന്നിട്ട് മറ്റേ റോഡിൽ വന്ന് ആദ്യത്തെ റോഡിലേക്ക് വന്ന് തിരിച്ചു വന്ന് കയറാനായിട്ട് പോവാം. അതിന് തന്നെ കുറേ നേരം എടുത്തു ട്രാവൽ ചെയ്യാൻ വേണ്ടി. അതെ, പിള്ളേരുണ്ടാക്കി കളിക്കുന്ന പോലെ ഉണ്ട് അല്ലേ? ഇതിപ്പോ പാലം ഉണ്ടാക്കി കളിക്കുന്ന പോലെ ആണോ? ഈ ഒരു ഏരിയ ഒന്ന് ആലോചിച്ചു. ഈ ഒരു ഏരിയ മുഴുവൻ ഇത്ര വഴികളെ വന്ന് കിടന്നു.